അമ്മേ നാരായണ, ദേവി നാരായണ. യാരംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4ാം ഭാഗം ഭക്തർക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ക്ഷേത്ര ഉത്സവങ്ങളുടെ കാലമായതിനാൽ ഞങ്ങൾക്ക് പല ക്ഷേത്രങ്ങളുടെയും പരിപാടികൾ ചിത്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇത് പുറത്തിറക്കുന്നതിന് താമസങ്ങൾ നേരിടാറുണ്ട്. എന്നാലും കാലികമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പല ക്ഷേത്രങ്ങളുടെയും ആദ്യ ഭാഗങ്ങൾ ഞങ്ങൾ പുറത്തിറക്കാറുണ്ട്. പിന്നീടുള്ള ഭാഗങ്ങൾ അതിൻ്റെ ക്രമത്തിനാണ് പുറത്തിറക്കാൻ ഞങ്ങൾക്ക് കഴിയുക. എല്ലാ ക്ഷേത്രങ്ങളിലും പരിപാടികൾ നടക്കുന്നതിനാൽ അത് ചില താമസങ്ങൾ നേരിടുന്നു എന്ന് മാത്രം. സപ്താഹ പരിപാടികൾ എത്ര ദൂരത്തായാലും നമ്മുടെ കുട്ടികളെയും അതിൽ പങ്കെടുപ്പിക്കുവാൻ നാം പരമാവധി ശ്രമിക്കണം. നമ്മുടെ പുരാണങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഉള്ള ഒരു സന്ദർഭവും നാം പാഴാക്കരുത്. എല്ലാ സപ്താഹ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കുക. ഹരി ഓം. സംസ്കൃത ഭാഷയിൽ അല്ലേ? സംസ്കൃത ഭാഷയിൽ നിരവധി വൃത്തങ്ങളുണ്ട്. അത് ഭാഗവതത്തിൽ പല പല വൃത്തങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രുതിഗീതയിൽ മാത്രം ഒരു വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൻ്റെ പേരെന്താ അറിയില്ല, ആർക്കും അറിയില്ല. ആചാര്യന്മാരൊന്നും പറഞ്ഞൊന്നുമില്ല. ഇവിടെ ഒരുപാട് ആചാര്യന്മാരിവിടെ പരിയാനപ്പറ്റയിൽ വന്നുപോയി എന്നാണ് ഞാൻ കേട്ടത്. അവരാരും പറഞ്ഞൊന്നുമില്ല, തിരക്കൊണ്ടായിരിക്കും. എല്ലാ ആചാര്യന്മാർക്കും ഭാഗവതത്തിൽ എത്ര കഥകളാണ് പറയാനുള്ളതല്ലേ. പറഞ്ഞാലും തീരാത്തത്ര ആശയങ്ങളുള്ള ഭാഗവതത്തിൽ അവരൊരു പക്ഷേ വിട്ടുപോയതായിരിക്കാം നിങ്ങളോട് പറയാൻ. എന്താണ് ഈ വേദസ്തുതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം? എഴുതി വെച്ചോളൂ. ആ വൃത്തത്തിൻ്റെ പേരാണ് നർക്കുടകം. എന്താണ്? നർക്കുടകം എന്നാണ് വൃത്തത്തിൻ്റെ പേര്. നർക്കുടകം. നർ NAR നർ കുടകം. KUTAKI. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവും. NAR KUTAKI. ഈ ആൾക്കാർ മലയാളം ഇംഗ്ലീഷിൽ എഴുതണം. ഈ മൊബൈലിലൊക്കെ മിക്കവാറും ആൾക്കാർ സുദാമ നോസ് വെരി വെൽ. എന്ത്? വേദം. സുദാമ നോസ് വേദ വെരി വെൽ. സുദാമാവിന്, ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരന്, ഇനി വായിക്കാൻ പോകുന്ന അധ്യായത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അക്ഷരവെള്ളം പോലെ അറിയാമായിരുന്നു. ഇപ്പൊ സുദാമ ആരാണ്ട് ദരിദ്രനാണെങ്കിൽ എന്താ? പണ്ടെന്നെ ഞാൻ വിദ്യാലയത്തിൽ പഠിക്കും എന്നൊരു ടീച്ചർ പറഞ്ഞു, ഒരു മൂർഖനായ ഒരാളുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് എന്താ പൊന്തി വന്നത്? ആ കൊച്ചു കുട്ടിയാണ് മൂർഖൻ. കരിമൂർഖൻ. അപ്പൊ ഞാൻ ടീച്ചറെ കരിമൂർഖനാണോ? എനിക്കറിയാം നീ എന്ന് ചോദിക്കുന്നു. ഞാനും ടീച്ചറും കൂടി എന്തുണ്ടാവാം ക്ലാസ്സിൽ കച്ചറയാണ്. ആര് പഠിപ്പിക്കുന്ന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഥാ 87-തമോധ്യായ
പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യനുദ്ദേശേന ഗുണേ ഗുണവർത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സരസദപരേ ശ്രീശുക ഉവാച ബുദ്ധീന്ദ്രിയമനപ്രാണാഞ്ജനാനാമസജൽ പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ കൽപ്പനായ ച സൈഷായുപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജയർധൃതാം ശ്രദ്ധയാ ധാരയേത്യസ്താം ക്ഷേമം യച്ഛേദകിഞ്ചന അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ സംവാദമൃഷേർനാരായണസ്യ ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവൽ പ്രിയ സനാതന ഋഷിം ദൃഷ്ടയോ നാരായണാശ്രമം യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷയമായ സ്വസ്തയേ നൃണാം ധർമ്മജ്ഞാനശമോ വേദമാകൽപാദാസ്ഥിതസ്തവ തത്രോപവിഷ്ടമൃഷിഭിः കലാപഗ്രാമവാസിഭിः പരീരം പ്രണതോ പൃച്ഛതിതമേവ കുരുദ്വഃ തസ്മൈ ഹ്യവോചൽ ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിദം യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോകനിവാസിനാം ശ്രീഭഗവാനുവാച സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവൽ പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമൂർധ്വരേതസാം ശ്വേതദ്വീപം ഗതപതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്ത ശ്രുതയോഗ്യത്ര ശേരതേ തത്ര ഹായമഭൂത് പ്രശ്നസ്ത്വം മായ്യമനുവൃച്ഛസി തുല്യശ്രുതതപശീലാസ്തുല്യസ്വീയാരി മധ്യമാം അഭിചക്രു പ്രവചനമേകം ശുശ്രൂഷവോപരേ സനന്ദന ഉവാച സ്വസൃഷ്ടമിദമാപീയാശയാനം സഹശക്തിഭിः തദന്തേ ബോധയാൻ ചക്രുസ്തല്ലിംഗൈഃ ശ്രുതയഃ പരം യഥാശയാനം സംപ്രായം വന്ദിനസ്സൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈർബോധയന്ത്യനുജീവിന ശ്രുതയ ഊചു ജയ ജയ ഗഹ്യജാമജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗതോകസാമഖിലശക്ത്യവബോധകത്തെ ഉചിതജയാത്മനാ ചചരതോനുചരേൻ നിഗമ ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യദ ഉദയാസ്തമയോ വികൃതേർമൃദിവാ വികൃതാൽ അതർഷയോദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്ത്രധിപതേഖിലലോകമലക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു കിമുത പുനഃ സ്വധാമവിതുതാശയകാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോഭ്യതിദേനുവിധ മഹദഹമാദയോണ്ഡമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു യ സരസദ പരം ത്വമധ യദേശ്വശേഷമൃതം ഉദരമുപാസതേ യഋഷിവർമ്മസു കൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോ ദഹരം തത ഉദഗാദനന്തതവധാമശിരം പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ സുഹൃതവിചിത്രയോനിഷു വിശന്നിവഹേതുതയാ തരതമതശ്ചകാസ്യനലവൽ സുഹൃതാനുകൃതി അഥ വിതഥാ സ്വമൂഷവിതഥം തവധാമസമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം സുഹൃതപുരേഷ്വമീഷബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നിർഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേഘ്രിമഭവം ഭുവി വിശ്വസിതാ ദുരവഗമാത്മതത്വനിഗമായ
തവാത്തതനോശ്ചരിതമഹാമൃതാബ്ധിപരിവർത്തമനിശ്രമണാ ന പരിലഷന്തി കേചിദവവർഗമമീശ്വരതേ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാ തുദനുപഥം കുലായമിതമാത്മസുഹൃത്പ്രിയവൽ ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച നവദ രമന്ത്യഹോ അസതുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃത നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയൽ മുനയ ഉപാസതേ തദരയോ വിയയുസ്മരണാൽ സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡ വിഷക്തധിയോ വയമപി തേ സമദർശോഘ്രിസരോജസുധാ ക ഇഹ നോ വേദപതാവരജന്മലയോഗ്രസരം യത ഉദഗാദൃശിര്യമനുദേവഗണാ ഉഭയേ തരിഹി ന സന്നചാസതുഭയം ന ചകാരജവ കിമപി ന തത്ര ശാസ്ത്രമവദൃശ്യശയീതയദാ ജനിമസദ സതോ മൃതിമുതാത്മനിയേ ചഭിദാ വിപണമൃതം സ്മരന്ത്യുപദിശന്തി ത ആരുപിതൈ ത്രിഗുണമയ പുമാരിതിഭിദാ യദബോധകൃത ത്വയി തത പരത്ര സഭവേദവബോധരസേ സദിവ മനസ്തൃവൃത്ത്വയി വിഭാത്യ സദാ മനുജാൽ സദഭിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സുകൃതമനുപ്രവിഷ്ടമിദമാത്മതയാ വസിതം തവ ബലിയേ ചരന്ത്യഖില സത്വനികേതതയാ ത ഉദപദാക്രമന്ത്യവിഗണയ്യ ശിരോ നിർഹൃതേ പരിവയസേ പശൂരിവ ഗിര വിബുധാനപിതാം സ്ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ ത്വമകരണ സ്വരാണഖില കാരകശക്തിധരസ്തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാം വരുഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്ര യേ സ്വധികൃതാ ഭവതശ്ചകിതാ സ്ഥിരജരജാതയസ്വിരജയോത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്തപദ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദധത അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗതാസ്തരിഹി ന കാശ്യതേതി നിയമോ ധ്രുവനേതരഥ അജനിജയന്മയം തദ വിമുച്യതി യന്ത്രഭവേൽ സമമനുജാനത യദമതം മതദുഷ്ടതയാ ന ഘടത ഉദ്ഭവ പ്രകൃതിപൂരുഷയോരഗയോരുഭയയുജാ ഭവന്ത്യസുഭൃതോ ജലബുദ്ബുദവൽ തുയിത ഇമേ തതോ വിവിധനാമഗുണൈഃ പരമേ സരിത ഇവാർണവേ മധുനി ലില്യുരശേഷരസാ നൃഷുതവമായയാ ഭ്രമമമീഷവഗത്യഭൃശം തുയി സുധിയോ ഭവേദധതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭൃഗുടി സൃജതി മുഹുസ്തൃണേ വിരഭവച്ഛരണേഷു ഭയം വിഹിതഹൃഷീകവായുഭിരദാന്തമനസ്തുരജം യൈഹ യതന്തി യന്തുമതിലോലമുപായഖിതം വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജ ഇവാജസന്ധ്യകൃതകർണധരാജല്ലധൗ സ്വജനസുതാത്മദാരധനധാമധരാസുരഥൈസ്ത്വയി സദ്യകിന്ദ്രണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോ രതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹതേ സ്വവിരസ്തഭഗേ ഭുവി പുരുപുണ്യതീർത്ഥസദനാൻ നൃഷയോ വിമദാസ്ത ഉത ഭവൽപദാംബുജഹൃദോഖഭിതം ഘ്രിജടാ ദധതി സകന്മനസ്ത്വയി ആത്മനി നിത്യസുഖേ ന പുനരുപാസതേ
പുരുഷസാരഹരാവസഥാൻ സത ഇദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോ ഭയയോ വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജഡാൻ നയതിതമഗ്ര ആസന ഭവിഷ്യതോ നിധനാ അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപവധൈം വിതഥ മനോവിലാസമൃതമിത്യവയന്ത്യബുധാൻ സയദജയാ ത്വജാമനുശയീത ഗുണാംശ്ച ജുഷൻ ഭജതി സരൂപതാം തദനു മൃത്യുമപേതഭഗ ത്വമുദ ജഹാസിതാമഹിരിവ ത്വചമാത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠഗുണിദേവരിവേയ ഭഗ യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാ ദുരധിഗമോ സദാം ഹൃദിഗതോ സ്മൃതകണ്ഠമണി അസുതൃപയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാൽ അനധിരൂഢപദാദ്ഭവത ത്വദവഗമി ന വേത്തി ഭവദുത്ഥശുഭാശുഭയോ ഗുണവിഗുണാന്വയാം സ്തരിഹി ദേഹഭൃതാം ചകിര അനുയുഗമന്വഹം സഗുണഗീത പരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈ ദ്യുപദയ ഏവ തേ നയയുരന്തമനന്തദയാ ത്വമപി യദന്തരാണ്ഡനിചയാ നനു സാവരണാം ഘൈവരജാംസി വാന്തി വയസാ സഹയച്ഛ്രുതയ ത്വയി ഹി ഫലം യതന്തിരസനേന ഭവന്നിധനാ. ശ്രീഭഗവാനുവാച ഇത്യേതദ്ബ്രഹ്മണപുത്ര ആശ്രുത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചു സിദ്ധാജ്ഞാത്വാത്മനോഗതിം ഇത്യശേഷസമാമ്നായ പുരാണോപനിഷദ്രസ സമുദ്ധൃത പൂർവജാതൈർവ്യോമയാനൈർമഹാത്മഭിം ത്വം ചെയ്തൽബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സ ഋഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണ ശ്രുതധരോ രാജന്നാഹ വീരവ്രതോ മുനി. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തെ സർവഭൂതാനാമഭവായോഷധീ കലാ ഇത്യാദ്യമൃഷിമാണമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മന തതോ ജാതാശ്രമം സാക്ഷാൽ പിതൃദ്വൈവായനസ്യ മേ സമാനിതോ ഭഗവതാം കൃതാസനപരിഗ്രഹ തസ്മൈ തദ്വർണ്ണയാമാസ നാരായണമുഖാച്യുതം. ഇത്യേതത് വർണ്ണിതം രാജന്യെന്ന പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ തദ്ഗുണേ വിമനശ്ചരേ യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ചക്രേ പുര ശാസ്തിതാ യം സമ്പദ്യ ജഹാത്യജാമനുഷയീ സുപ്തകുലായ യഥാ തം കൈവല്യനിരസ്തയോവനിമഭയം ധ്യായേരജസ്രം ഹരി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദനാരായണ സംവാദേ വേദസ്തുതം നാമ സപ്താശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വേദസ്തുതി എന്ന് പറയുന്ന ഭാഗവതത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു അധ്യായമാണ് ഇപ്പോൾ ശ്രോതാക്കളായ നമ്മൾ കേട്ടത്. കേട്ടിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ ഇപ്പോൾ തോന്നിയത് കേട്ടിട്ട്? 1207 പേജ് നമ്പർ. സുഭദ്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടാശീതിതമോധ്യായ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്തി ശിവം ശിവം പ്രായസ്തേ ധരിമോ ഭോജനതോ ലക്ഷ്മ്യാപതിം ഹരിം. വേദം വേദമിച്ഛാമ സന്ദേഹോത്ര മഹാർഗണ
विरुद्धशीलयो प्रभोर्विरुद्धां श्रीशुभवाच शिवशक्तिदशस्त्रिलिङ्गो गुणसंवदा वैकारिकतैजसश्च तामसश्चेत्यहन्तर्था ततो विकाराः भुवन् षोडशामीषु जन उपधावन्भूतीनां सर्वासां स्मृते गते हरिर्हृदत्पुनः साक्षात् पुरुषः प्रकृतेः परं स सर्वद्रष्टः तं भजन् निर्गुणो निर्गुणो भवेत् नवतेष्वश्च मेधेषु राजायुष्मण्डनामः शृण्वन् भगवतो धर्मान् प्रच्छन्दमच्युतम् साह भगवान् तस्मै प्रेरशुश्रूष मे प्रभो नृणां निःश्रे साधायोदिर्नो यलो कुले श्रीभगवानुवाच यस्याहं गृह्णामि हरिष्ये तद्धनं शनि ततो धनं दयन्त्यस्यां सजना दुःखदुःखितं स यदामि तथोद्यं मूलगृह्णस्य धनेकया मत्परे गुरुमैत्रस्य करिष्ये मदनुग्रहं तन्ब्रह्म परमं सूक्ष्मं चिन्मात्रं सदनन्तकम् अत्रो मां स्थिराराधिं हित्वा ज्ञान् भजते जना ततस्ताशतोषेभ्यो नब्धराज्यश्रीमुद्धरः मत्ता प्रमत्ता वरदान् विस्मरन्तमजानते श्रीशुभवाच शापप्रसादयो रेषा ब्रह्मविष्णुशिवादय सत्यशापप्रसादो शिवो ब्रह्मादचर्चुत अत्र चोदाहरन्तीं विहासं प्रादनं प्रदासुराय दिशोवनं दत्त्वापसङ्कटं भूनामासुरं पुत्रशुभने पठितोदनं दृष्ट्वा शुदोषं पप्रच्छ देवेषु त्रिषुर्मदि स आहदेवं गिरिशं उपाधामाशुसिद्ध्यसि यल्पाभ्यां गुणदोषाभ्यामाशुदुष्यदुप्यनि दशास्य बाणयो तुष्टस्तु वदो मन्दिरो विव ऐश्वर्यमतुलं दत्त्वा तदा आपस्सु सङ्कटम् इत्यादिष्टस्तमसुराधावन् सदा प्रदा केनार आत्मक्रव्येण युवानो निर्मुखं हरं देवोपलब्धिमप्राप्य निर्वेदा सप्तमे हरि शिरोश्चर्सुदिनां तदा महाकारुणिकस्तथोद्यडयथावयं चारुणोत्थितोलल निर्विज्ञतोभ्यं भजयोगमालयं तद्दर्शनाल् भूयवस्तदाग्रे तमाह चन्द्रालवनमणीषुमेधाविकामं विदरामि ते परं प्रिये यतो येन नृणां प्रबध्यतामहो दयात्माप्रशमद्यते वृथा देवं समप्रेमापि यन्वरं भूतभयावहं यस्य करं शेषितस्य सवरिलाग्रि तं श्रुत्वा भगवान् रुद्रो दुर्मनाय भातदा ओमिति प्रहसं तस्मै हृदयेरमृतं यथा इत्युक्तसंसुरोनं गौरीहरणलालसा सदग्रपरीक्षार्थं शम्भोर्मोद्धरिकासुर सहस्तं धातुमरेभे सौमिभ्यो सततं शिव तेनोपसृष्टसन्त्रस्ता पराधावत्सवेपथो यावदन्तं दिवो भूमे काष्ठानामृतमाददग् अजारदत्तविधि तूष्णीमासं सुरेश्वर ततो वैकुण्ठमकमल्भास्वरं तमसः परं यत्र नारायण साक्षान्यासिनां परमागति शास्तानं नस्तदण्डा शान्तानं नस्तदण्डानं यतो न वर्तते गता तं तथा व्यसनं दृष्ट्वा भगवान् प्रतिना दूराल्प्रत्युदियान् भूत्वा वटुको योगमायया मेखलाजनदण्डाक्षे तेजसाग्निवज्ज्वलन् अभिवादयामास च तं कुशपाणिर्विनीतवल् श्रीभगवानुवाच शाकुनेय भान् व्यक्तं शान्तक्यं दूरमागता क्षणं विश्रम्यतां पुंसात्मानं सर्वकामनं यदिदश्रवणायालं विष्णुर्व्यवसितं विभो खण्डितां प्राशप्रभृहृदये स्वार्थान् समीहते श्रीशुकवाच एवं भगवता पृष्टो वचसा मृतवर्षिणा गदक्लमो ब्रवीत् तस्मै यथा पूर्वमनुष्ठितं श्रीभगवानुवाच एवं चेतर्हितद्वाक्यं न वयं श्रद्धीमहि यो दक्षशापाल्पशाचं प्राप्तप्रेतपिशाचरान् यदि वस्तत्र विश्रम्भो दानवेन्द्र जगल्गुरौ तर्ह्यङ्गाशो स्वशिरसि हस्तं निःसप्रदीयताम् यद् सत्यं वच शम्भो कथञ्चित् दानवर्षभा तदैनं जगसल्वाजं नैल्वक्तामृतं पुनः इत्थं भगवदच्चित्रैव सुरेशनी भिन्नधीर्न विस्मृतशेषनि सुहस्तं कुमदर्व्यधाल् अथा पतल् भिन्नश्चनाद्राहदवक्षणाद् जय शब्दो नमः शब्द साधु शब्दो भवे साधु शब्दो भवद्दिवि ओज पुष्पवृषाणि हते पापे मृगासुरे देवर्षिपितृगन्धं वा मौजसङ्कटान् शिव मुक्तं गिरिशमभ्याः भगवान् पुरुषोत्तमा अहो देव महादेव पापोऽयं स्वेन पाप्मना हत कोन्महस्वेषा चन्द्रमये कृतदिल्बिषा क्षेमी स्याल्कुनुशेषे कदामस्कोटिलल्गुणौ य एवमेव्याग्रशक्तिदन्नुद परस्य साक्षात् परमात्मनो हरे गिरित्रमोक्षं कथय शृणोति वा मुच्यते संसृतिभिस्तथारिभिः
हरि ओम तत्सत् श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे नाम अष्टादशेकतमोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. അടുത്ത അധ്യായത്തിൽ ഭൃഗുപരീക്ഷയാദ്യ ഭാഗത്ത് വിളിക്കുന്നത് പിന്നീട് സന്താനഗോപാലം कथाध्याय श्रीशुवाच सरस्वत्यास्तके राजनृषयस्तत्रमासदा विदर्कसमभूतेषां दृष्टदेशेषुको महान् तस्य जिज्ञास्य ते वै भृगुं ब्रह्मसुदं नृपा तल्युक्ते प्रेषयामास सोऽप्यगाल् ब्रह्मणः सभाम् न तस्मै अर्पणं स्तोत्रं चक्रे सत्त्वपरीक्षया तस्मै तु क्रोधबलवत् प्रज्वलन् स्वेन तेजसा स आत्मन्युत्थितं मन्युम् आत्मजाय आत्मना प्रभो अशेषमल्घावन्यं स्वयोन्यावायणात्मभो ततः कैलासोद्वत्सदं देवो महेश्वर परिविद्धं समारेभे उत्थाय प्रादरं मुदा नैचत्वं वस्त्रप्रथल इति देवचकोवः शूलमुद्यम्यतं हन्तुमारेभे दिग्वलोचन पतित्वा पादयोर्देवी सन्धयामास तं गिरा अथो निगाम वैकुण्ठं यत्र देवो जनार्दन शयानं श्रेत्सङ्गे पदाक्षस्य दाण्डीयुक्तोत्थाय भगवान् चालक्ष्म्या सदां गते सुदल्पावृत्यागृह्याथ ददाम शिरसा मुनिम् आहते स्वागतं ब्रह्मन् निषेधात्रासनैक्षणम् अजानतामागतान् रक्षन्तु मर्हदा प्रभो अतीव कोमलौ तात शरणौ ते महामुने तुक्त्वा विप्रधरणो वर्तयन् स्वेन पाणिन पुनीः सर्वलोकं मां लोकपालान् सुमन्दिरान् पालो हरेण भवद तीर्थानं तीर्थकारिणा अध्याहं भगवन् लक्ष्म्यासनेकान्तभाविनं वत्स्यतिरसिमे भूतल्पविर्पाददं श्रीशिवोदेवं पुराणे वैकुण्ठे भृगुर्तन्मन्त्रयागिर ज्ञानमृद तं तर्पिततूष्णीं मद्भक्त्युत्कण्ठो सुलोचन पुनश्च सत्रमवैजमेन विभवादनं सानभूतशेषेण गुरुरामनिल उद्दिश्यम्याधमयोस्मितां प्रसंशय भूयात्सं सर्वधनुष्णुम्य शान्तमुद्रोभयं धर्मस्साक्षाल् यतो ज्ञानं वैराग्यं च तदन्तं ऐश्वर्यं च अष्टधामि स्म यशश्चात्मलाभः ज्ञाननिस्तिरन्दानं शान्तानं समुदेशम् अविद्यनाय सर्वनामिमागुपरमं सत्त्वं यस्य प्रियामोक्तं ब्राह्मणा कृष्णदेवता भजन्तनाशिषशान्ता यम्बाविमृत्य त्रिविधान्यस्तस्य राक्षसासुरसुराः गुणिन्यामाया सृष्टा सत्त्वं तत्तीर्थसाधनं श्रीशिवमानेयं सारस्वतां विप्रा नृणां संशयं ते कृष्णस्य पदा भोजसेव्या तत्पतिं गदा सुतवाने तेर्विजयास्य पद्मगन्धकी उषं भवैर्परस्यं सत्सुषों सुरकै प्रत्यभिप्रपादोपकमलादेशं दहादे श्रीशिववाच यदाद्वारवद्यं तव प्रपद्या कुमारक जातमात्रो भवं स्मृत्वा ममारकिलभारत विप्रो गृहीत्वा मृदनं राजद्वानिबद्धाय सालं प्रोवानरज्ञातुलो दीनमानस ब्रह्मत्यशशतधियो लब्धस्य विषयात्मना क्षत्रमन्तो कर्मदोषपद्धत्वं मेणदोभग हिंसा विहरं द्रवदन्ति शीलोदिनेन्द्रियं प्रजा भजन्ते सीतन्ते दरिद्रानित्यदुःखिता एवं तृतीयं प्रश्रेतृतीयं देवमेव चामि सृज्य सत्रवद्गौरीतं गाथां समगायत तामर्जुनोपश्रुत्य करिजल्केशमौक्तिके हरे तेनमेव हरे ब्राह्मणं समभाषत किं सर्वमन्त्रं समर्पितचित्तं कस्मलं ययुरपस्मृतनीव्या हन्तचित्रमभला शृणुदेवं हारकासौरसिन्दशो वृजवृषामृगगावो वेणुवाद्यकृतचेतस आरल् दन्तदष्टकबलादृतकर्णा निद्रितालिखितचित्रनिवासन् बर्हिणस्तबगदादुपलाशे बद्धमल्लपरिबर्हविडम्ब कर्हिजिल् सबल आलिसगोभिर्गासमाहुयति यत्र मुकुन्दा तर्हि
ഹി ഭഗ്നഗദയോ സരിതോ വൈ തൽപദാംബുജലയോനിലനീതം സ്പൃഹയനിർവയനിവാപകു പുണ്യം പ്രേമവേദിതഭുജാസ്തിമിതാപാം അനുചരൈ സമനുവർണിതവീര്യം ആദിപൂരുഷൈവാചലഭൂതി വനചരോഗിരിതടേഷു ചരന്തിർ വേണുനാക്കുയതിഗാസയതാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പബലാഢ്യം പ്രണതഭാരവിടഭാമദുദാര പ്രേമകൃഷ്ടതനവസ്സൃജുസ്മാം ദർശനീയതിലഗോവനമാലം ദിവ്യഗന്ധതുളസീ മധുമത്തൈ അളികുലേരലഘുഗീതമഭീഷ്ടം ആദ്രിയന്യഭി സന്ധിതവേണു സരസി സാരസകംസവിഹംഗ ചാരുക്ഷിതി മൃദോ വ്രജദേവ്യം ഹർഷയന്യഭി വേണുരവേണ ജാതകർഷൗപരംഭതി വിശ്വം മഗധതിക്രമണ ശങ്കിതചേത മന്ദമന്ദമനുഗർജതി മേഘ സുഹൃതമഭ്യവർഷൽ സുമനോഭി ഛായയാ ച വിദതൽപ്രദപത്രം വിവിധ ഗോപചരണീഷു വിദഗ്ധോ നിജപദാബ്ജദളൈർധ്വജവജ്ര നീരജാങ്കുശ വിചിത്രലലാമൈ വ്രജഭുവ ശമയൻ പുരദോദം വർഷ്മധൂര്യഗതിരീഡിതവേണോ വ്രജതി യേന വയം സവിലാസ വീക്ഷണാർപ്പിത മനോഭവവേഗ കുജഗതിം ഗമിതാന വിദാമ കശ്മലേന കബരം വസനം വാ മണിതരാ കുജിതാഗണയൻക മാലയാദൈത ഗന്ധതുളസ്യം പ്രണയിനോനുചരസ്യ കഥം സേ പ്രക്ഷിപൻ ഭുജമാഗായതയത്ര കൊടിതവിന്ദതാമകൃതകൗതുകവേഷോ ഗോപഗോധനമൃതോ യമുനായം നന്ദസൂരു അനഘേതമ വത്സോ നർമ്മദലയജസ്പർശേനം വന്ദിനസ്തമുപദേവഗണായേ വാദ്യഗീതബലിഭീ പരിപവ്രോ വത്സലോ വ്രജഗവാം യദഗൃത്രോ വന്ദ്യമാന ചരണപതിവൃത്തൈ കൃഷ്ണഗോദനമുപോഹ്യദിനാന്തി ഗീതവേണുരനുകേളിതകീർത്തി ഉത്സവം ശ്രമരുചാപി ദൃശീനം ഉന്നയൻ പുരരജുരിതസ്രക്തിർസയേരി സുഹൃദാശിഷയേഷ ദേവകീ ജഡരഭൂരുഡു രാജാ മദവിഘൂർണിതലോചനൈഷ മാനദാസു സുഹൃതാം വനമാലി ബദര പാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനക കുണ്ഡലലക്ഷ്മ്യാം യദുപതിർദ്വിരതരാജവിഹാരോ യാമിനീ പതിരിവേഷദിനാന്തേ മുദിതഭക്തൗപയാതി ഏവം വ്രജശ്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതി രേമിരേ അഹസ്സുതച്ചിത്ത തന്മനസ്കാ മഹോദയാ ഓം തത്ശ്രീ നാദാം ദിക്ഷു താവക സ്ത്വയി ധൃതാസവ സ്വാം വിജിന്വദേ ശരദുദാശൈ സാധുജാതസത് സരസിജോദര ശ്രീമൃഷാദൃശ സുരഥനാഥതേയ ശുഷ്കദാസിക വരദ നിഗ്നതോ നേക കിം വധ
വിഷജലാപ്യയാൽ വ്യാളരാക്ഷസാൽ വർഷമാരുതാൽ വൈദ്യുതാനലാൽ വൃഷമയാത്മജാൽ വിശ്വദോഭയാൽ ഋഷഭദേവയം രക്ഷിതാമുഹു ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഗനസാധിതോ വിശ്വഗുപ്തയേ സഖൗദേവാൻ സത്വതം കുലേ വിരജിതാഭയം വൃഷ്ണിദൂര്യത്തെ ചരണമീയുഷാം സംസൃതേ ഭയാൽ കരസരോരുകം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വ്രജജനാർത്തികൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതം ഭജസഖേ ഭവൽ കിങ്കരിസ്മനോ ജലരുകാനനം ചാരുദർശയാ പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുകം ശ്രീനികേതനം മധുരയാഗിരാവൽവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണം വ്യതികരീമിമാം വീരമുഹ്യതി രഥരസീതുനാപ്യായയസ്വനാ തവ കഥ കുകഗനോ മനക്ഷോഭയന്തിഹി ചലസിയൽ വൃജാചാരയൻ പശൂൻ നളിന സുന്ദരം നാഥദേ പദം ശിലതൃണാങ്കുരൈ സീതവേദിന കലിലതാമന കാന്തഗച്ഛതി ദിനപരീക്ഷയേ നീലകുന്തളൈർ വനരുഗാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹുർ മനത കാമദം പത്മജാർച്ചിതം ധരണിമണ്ഡലം ദേയമാപതി പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡലം ധ്യേയമാപതി ചരണപങ്കജം ശന്തമം ചതേ രമണനസ്തനേഷു അർപ്പയാദിഹൻ സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടു ചുംബിതം ഇതരരാഗവേ സ്മാരണം നൃണാം വിതരവീരനസ്തേധരാമൃതം അടതിയൽ ഭവാനന്നികാനനം ത്രുടിയുഗായതേ ത്വാമപശ്യതാം അടതിയൽ ഭവാനന്നികാനനം ത്രുടിയുഗായതേ ത്വാം അപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ചതേ ജഡൗദീക്ഷതാം പത്മകൃദൃശാം പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംബ്യ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാം ഗതിവിതസ്തവോൽ കിതമോഹിതാം കിതവയോഷിത കസ്തിജേ നിശി രഹസ്യ സംവിധാന
അതിശയോദയം പ്രകസിതാനനം പ്രേമവീക്ഷണം ഞാൻ